ആരുമറിയാതെ രഹസ്യമായി കൊണ്ടു നടന്നൊരു ബന്ധം. മലപ്പുറം ചേരൂരിലെ നൃത്താധ്യാപികയായ ധനലക്ഷ്മിയും തേഞ്ഞിപ്പാലം സ്വദേശി വിജീഷും തമ്മിൽ ഏറെ നാളത്തെ അടുപ്പമുണ്ട്. ഇടയ്ക്ക് ഇരുവരും തനിച്ച് യാത്രകൾ ചെയ്യും, പലയിടങ്ങളിലും താമസിക്കും. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തൃശ്ശൂർ ചെറുതുരുത്തിയിലെ ഹന്ന റെസിഡൻസി എന്ന ഹോട്ടലിൽ ഇവർ മുറിയെടുത്തത്. രാവിലെ മുറിയിൽ നിന്ന് ആളനക്കമൊന്നുമില്ലാതെ വന്നപ്പോൾ ജീവനക്കാർ പരിശോധിച്ചപ്പോൾ ധനലക്ഷ്മിയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. സംഭവത്തിൽ ദുരൂഹത തോന്നിയ പോലീസ് വിശദമായ അന്വേഷണം നടത്തിയപ്പോഴാണ് കൊലപാതക സാധ്യത തെളിയുന്നത്. അതിനിടെ വിജീഷ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നു. തന്നെ വിവാഹം കഴിക്കണമെന്ന് ധനലക്ഷ്മി വാശി പിടിച്ചതാണ് കൊലപ്പെടുത്താനുള്ള കാരണമെന്ന് പ്രതിയുടെ മൊഴിയിലുണ്ട്. തൃശൂർ ചെറുതുരുത്തിയിലെ ഹന്ന റെസിഡൻസിയിലാണ് സ്ത്രീയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലപ്പുറം ചേരൂർ സ്വദേശിനി ധനലക്ഷ്മിയുടെ മരണം കൊലപാതകമെന്ന് വിശദമായ അന്വേഷണത്തിൽ തെളിഞ്ഞു. അതോടെയാണ് ഇവർക്കൊപ്പം ഹോട്ടലിൽ മുറിയെടുത്ത യുവാവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത്. അതിനിടെ ധനലക്ഷ്മിയുടെ സുഹൃത്തായ തേഞ്ഞിപ്പാലം സ്വദേശി വിജീഷ് താനാണ് കൊലപാതകം നടത്തിയതെന്ന് വെളിപ്പെടുത്തി മലപ്പുറം തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയും ചെയ്തു. തുടർന്ന് തേഞ്ഞിപ്പാലം സ്റ്റേഷനിൽ നിന്ന് ചെറുതുരുത്തി സ്റ്റേഷനിലേക്ക് വിവരം കൈമാറുകയായിരുന്നു. രാത്രിയിലാണ് വിജീഷും ധനലക്ഷ്മിയും ഹോട്ടലിൽ റൂമെടുത്തത്. ധനലക്ഷ്മിയെ വിജീഷ് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് സൂചന. ചെറുതുരുത്തി സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. വിവാഹത്തിന് നിർബന്ധിച്ചതാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. ന്യൂസ് 18 തൃശൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.